ഹായ് ഓൾ. ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ OTT-ൽ റിലീസായിട്ട് ഇപ്പം കുറച്ച് നാളായി. അന്ന് ആ സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു വിശകലന വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. അതിന് കാരണം അതിലെ പല ക്യാരക്ടേഴ്സിൻ്റെ മോട്ടീവ്സ് എനിക്ക് അപ്പം അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ആ സിനിമ കണ്ട സമയത്ത് മനസ്സിലായിരുന്നില്ല. അതുപോലെ തന്നെ അതിൽ ലോജിക്കലി കണക്റ്റ് ആവാത്ത കുറച്ച് സീനുകളൊക്കെ എനിക്ക് അത് മനസ്സിലാവാത്തത് പോലെ തോന്നി. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ വിശകലനം ചെയ്ത് അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ കുറച്ചുകൂടെ ഒരു തിയററ്റിക്കൽ ആംഗിളിലൂടെ പഠിച്ച് ഒരു വീഡിയോ ഇടുവാണ്. അതിൽ ആദ്യം തന്നെ എനിക്കുണ്ടായ കുറച്ച് സംശയങ്ങളെ പറ്റിയിട്ട് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതിൽ തന്നെ ഷേർലി എന്ന് പറയുന്ന അമ്മ കഥാപാത്രം ആ ഒരു ക്രൈം സീനിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ആ വഴിയരികിൽ ഉപേക്ഷിച്ചിട്ടല്ല, എന്നാൽ പോലും അമ്മ വരും, അതുവരെ നീ അമ്മയെ നോക്കി ഇവിടെ ഇരിക്കണം, എങ്ങും പോവരുത് എന്ന് കുഞ്ഞിനോട് എപ്പോഴും താക്കീത് പറയുന്ന ഒരു അമ്മ എന്തുകൊണ്ട് ആ ക്രൈം സീനിൽ അത് കഴിഞ്ഞിട്ട് ആ അമ്മേനെ കാണിക്കുന്നതേ ഇല്ല? ആ ക്രൈം സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആ മകനിലേക്ക് തിരിച്ചെത്തുന്നതേ ഇല്ല. അമ്മ രക്ഷപ്പെട്ടു പോവുകയാണ്. ആ സീനിൽ തിരിച്ചു വരുന്നതേ ഇല്ല. ഒരു രാത്രി മുഴുവൻ ആ കുഞ്ഞ് അവിടെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പിന്നെ രണ്ടാമതായിട്ട് ആ കുട്ടി എന്തിനാണ് ടൊവിനോ തോമസ് അബ്ബാസ് എന്ന കഥാപാത്രം എന്തുകൊണ്ടാണ് ആ ഒരു അബ്ബാസിനെ സാക്രിഫൈസ് ചെയ്യുന്നത്? എന്തിനാണ് പോലീസുകാർക്ക് അബ്ബാസിനെ ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ട് അമ്മയെ സേവ് ചെയ്യാൻ നോക്കുന്നത്? അത്രമാത്രം ഒരു ബോണ്ട്, അവരുടെ ബോണ്ടും കൂടി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് അമ്മയോടൊപ്പം ചെലവഴിച്ച സമയങ്ങളേക്കാൾ ഏറെ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവൻ ആ ഒരു കഥാപാത്രത്തോടൊപ്പവും ചെലവഴിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ലാസ്റ്റ് ആ അബ്ബാസിനെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, പോലീസിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ മൂന്നാമത്, ഈ സിനിമ പലരും ഇറങ്ങിയപ്പം പറയുന്നുണ്ടായിരുന്നു, ഈ സിനിമ പല കഥാപാത്രങ്ങളെയും ഗ്ലോറിഫൈ ചെയ്ത്, അവരുടെ ആക്ട്സിനെ, പ്രത്യേകിച്ച് ഈ അമ്മ ചെയ്ത ആ ഒരു ക്രൈമിനെ ഗ്ലോറിഫൈ ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ അതായത് അവർ കമ്മിറ്റ് ചെയ്ത ആ ഒരു ക്രൈം, കൊലപാതകങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഒരു പാവപ്പെട്ട ഒരു മാഡ്നസ് ഉള്ള ഒരു ഭ്രാന്ത് ബാധിച്ച് മനോനില തെറ്റിയ ഒരു വ്യക്തിയെ പോലും നിയമക്കുരുക്കിൽ അവര് സ്വന്തം തടി തപ്പാനായിട്ട് നോക്കി പോലീസിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഗ്ലോറിഫിക്കേഷൻ ആണോ, എന്താണ്? അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളാണ് എനിക്കുള്ളത്. അപ്പം ആദ്യത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കുറേ ബാലന്മാരുണ്ട്. നമ്മൾ എപ്പോഴും ബാലന്റെ താക്കോലുകൾ, അതായത് ബാലന് നഷ്ടപ്പെട്ട ബാല്യം, എന്തൊക്കെയാണ് അവന് ബാല്യത്തിൽ നഷ്ടപ്പെട്ടത്, അതിന്റെ താക്കോലുകൾ തേടിയുള്ള ഒരു യാത്ര ഒത്തിരിയും ആളുകൾ ഈ സിനിമ വിശകലനം ചെയ്തപ്പോൾ അതിന്റെ താക്കോലുകൾ തേടി ഒരു യാത്ര ചെയ്യുന്നതായിട്ട് തോന്നി. പക്ഷെ എനിക്ക് തോന്നിയത്, അത്തരം താക്കോലുകളോടൊപ്പം തന്നെ ഇതിൽ ബാലൻ ആരാണ് എന്നതും ഒരു ചോദ്യം തന്നെയാണ്. ഇതിൽ ഒരു ബാലൻ മാത്രമല്ല, ഇതിൽ ഒന്നിലധികം ബാലന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ആദിശേഷൻ അവതരിപ്പിച്ച ആ ബാലൻ ഒഴികെ നോക്കിയാൽ ടൊവിനോ ചെയ്ത അബ്ബാസ് എന്ന കഥാപാത്രവും ചില ബാലൻ്റെതായിട്ടുള്ള ചില ചാബല്യങ്ങൾ, ഒരു അമ്മയെ കൊതിക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് സ്നേഹവും കെയറും ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബാലൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ടൊവിനോ തോമസിന്റെ അബ്ബാസ് അവതരിപ്പിച്ച ഒരു കഥാപാത്രം. കാരണം അതിൽ അബ്ബാസ് കാണിക്കുന്നത് അക്ക എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ ടൊവിനോയുടെ അല്ലെങ്കിൽ അബ്ബാസിനോടൊപ്പം ഉണ്ട്. അബ്ബാസിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവര്, അതായത് ആഹാരം വിളമ്പി കൊടുക്കുക, അത്രയും പോലും അടുപ്പം, അമ്മയോളം തന്നെ, അമ്മയെ പോലെ നേർച്ചർ ചെയ്യുന്നുണ്ട് അബ്ബാസിനെ. എന്നാൽ അയാൾ മുതിർന്ന ഒരാളാണ്. അയാളുടെ ആ ഒരു കെട്ടഴിഞ്ഞ ജീവിതം, കള്ള് കുടിച്ച്, കുറച്ച് കൂട്ടുകാരുണ്ട്, കള്ള് കുടിക്കുന്നു, പിന്നെ കിടന്നുറങ്ങുന്നു, കൊച്ചു ക്രൈംസ് ഒക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ നോക്കുന്ന ഒരാളായിട്ടാണ് ഈ ചേച്ചിയെ കാണിച്ചിരിക്കുന്നത്. അപ്പം അയാളിൽ എവിടെയൊക്കെയോ ഇങ്ങനെ ഒരു ആളെ തേടുന്നുണ്ട്, ഒരു അമ്മയെ തേടുന്നുണ്ട്. ഒരു പക്ഷെ അയാൾ ആ ഒരു സാന്ത്വനം, അയാളുടെ ഒറ്റപ്പെടലിൽ ഒരു സാന്ത്വനം തേടിയത് അയാളുടെ ചേച്ചി ആയിട്ട് കാണിച്ചിരിക്കുന്ന ആ കഥാപാത്രത്തിൽ നിന്ന് ആകാം. എന്നാൽ ഒരു സ്റ്റേജിൽ അവരും ഉപേക്ഷിച്ചിട്ടാണെന്ന് തോന്നുന്നു. കാരണം പിന്നീട് ബാലൻ
നാട് വിടാനൊക്കെ ഉദ്ദേശിക്കുമ്പോൾ അല്ലെ അവിടുന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ ബാലനോടായിട്ട് അബ്ബാസ് പറയുന്നുണ്ട്, എനിക്ക് അല്ലേ തന്നെ ആരുമില്ല, നീയും കൂടെ പൊക്കോ, എനിക്ക് നീയും വേണ്ട, എല്ലാവരും പോകട്ടെ എന്നൊക്കെ ഒരു നിരാശാജനകമായ രീതിയിൽ അയാൾ ബാലനോട് സംസാരിക്കുന്നുണ്ട്. സോ അയാൾക്കും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒരു സ്നേഹവും എവിടെയൊക്കെയോ അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അയാളും. ചിലപ്പം പിന്നെ ഇതിൽ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്, നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ച് പോയതാണ് എന്ന് അയാൾ പറയുന്നുണ്ട് ബാലനോട്. അപ്പം ഒരുപക്ഷെ അയാളുടെ തന്നെ ഒരു കാര്യമായിരിക്കാം അയാൾ ബാലനോടായിട്ട് പറയുന്നത്, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമായിരിക്കാം, അയാളുടെ അമ്മയും ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാകാം. അപ്പം അത് നമുക്ക് ഉടനീളം കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഈ അക്ക എന്ന് പറഞ്ഞ് ഒരു കഥാപാത്രത്തെ കാണിച്ച അവർ പോലും ടോവിനോയുടെ ജീവിതത്തിൽ, അബ്ബാസിന്റെ ജീവിതത്തിൽ ഇല്ല. ചിലപ്പം ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അമ്മ എന്ന രീതിയിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുകയും, അതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരാൾക്ക് വേണ്ടി തന്നെ നിൽക്കുക എന്ന് പറയുന്നത്, അത് ഒരു അമ്മ എന്ന രീതിയിൽ കൂടി കെയർ ചെയ്യാന്നൊക്കെ പറയുന്നത് അത് പറ്റില്ലല്ലോ. അപ്പം ഇട്ടിട്ട് പോയതും ആകാം. അപ്പം ബാലിശമായ ചില കാര്യങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരാളായിട്ട് തന്നെ ടോവിനോ അവതരിപ്പിച്ച അബ്ബാസിനെയും കാണിക്കുന്നുണ്ട്. വളരെ മനോഹരമായി അദ്ദേഹം ആ കഥാപാത്രം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലെ വില്ലൻ കഥാപാത്രം പവിത്രൻ എന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രവും ഈ പറഞ്ഞതുപോലെ ചില ബാലചാബല്യങ്ങളും ശാഠ്യങ്ങളും ഒക്കെ മുതിർന്നിട്ട് കൂടിയും വിട്ടുമാറാത്ത ഒരു വ്യക്തിയായിട്ട് അയാൾ മാറുകയാണ്. അതായത് നമ്മുടെ ഈ കുട്ടികളെ കാണാൻ വയ്യേ, എൻ്റെ പെൻസിൽ എടുത്തു, അല്ലെങ്കിൽ കൊച്ചു കാര്യങ്ങൾക്കായിരിക്കും അവര് തമ്മിൽ വഴക്കുണ്ടാക്കുക. അത്തരം ചെറിയ ബാലിശമായ ഒട്ടും സീരിയസ് അല്ലാത്ത ചില കാര്യങ്ങളെ അതിനു വേണ്ടിയിട്ട് അയാള് ശാഠ്യം പിടിക്കുകയാണ്, വഴക്കുണ്ടാക്കുകയാണ്. എന്നാൽ ഒരു ബാലന്റെ വഴക്ക് എന്നതിൽ അപ്പുറത്തേക്ക് ഒരു പകയായിട്ട് കൂടി അയാളിലേക്ക് അത് പ്രകടമാകുന്നുണ്ട്. അതായത് ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കളിച്ച ഒരാളിൽ നിന്നും, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കളിക്കുമ്പം എന്തേലും ഒരാളുമായിട്ടൊരു മല്ലുണ്ടാവുകയും അയാളെ കാറിടിപ്പിച്ച് ഒക്കെ അങ്ങനെ പോലും പക തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് പവിത്രൻ വരുമ്പോൾ അയാളിലും ബാലന്റേതായിട്ടുള്ള ചില ബാലിശമായ എന്താ പറയാ ചില ഒരു സ്വഭാവ വൈകല്യം അയാളിലും കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുള്ള, അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിക്കലി പൂർണ്ണമായിട്ട് വളരാത്ത ഒത്തിരി ബാലന്മാരെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും ആദിശേഷൻ അവതരിപ്പിച്ച ബാലനിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. ആദിശേഷൻ അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടർ, ബാലന്റെ ക്യാരക്ടർ, എല്ലാ ബാല്യത്തിൻ്റെതായിട്ടുള്ള നിറങ്ങളും അതിൻ്റെ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോയി അമ്മയുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിച്ച ഒരു കുട്ടിയായിട്ട് വേണമെങ്കിൽ അവനെ കാണാം. അവന്റെ ഐഡന്റിറ്റി പോലും അവൻ്റേതല്ല, അമ്മയാൽ തുന്നിച്ചേർക്കപ്പെട്ട ഏതാനും ഐഡന്റിറ്റികളിൽ കൊണ്ടാണ് അവൻ ജീവിക്കുന്നത് പോലും. അവന് കൂട്ടുകാരെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ സിനിമയിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്. മറ്റു കുട്ടികളോട് കൂടെ കളിക്കാൻ പോകുമ്പോൾ അമ്മ വിലക്കുന്നുണ്ട്, അമ്മ ഇവിടെ തന്നെ നിന്നോണം, എങ്ങും പോകരുത്, ഇവിടം വിട്ടു പോകരുത്, അമ്മ വരും എന്ന് പറഞ്ഞ് മറ്റു കുട്ടികളിൽ നിന്നും അവനെ അകറ്റുകയാണ് ചെയ്യുന്നത്. അവന്റെ സാധാരണ ഒരു ബാല്യത്തെ അവൻ ഭയങ്കര ദുഷ്കരമാക്കുന്ന ഒരു അമ്മ. ഇനി അവന്റെ ഒരു കഥാപാത്രത്തിന്റെ കുറച്ച് മോട്ടീവ്സിനെ പറ്റിയിട്ട്, ഇതിലെ മറ്റു കഥാപാത്രങ്ങളുടെ കുറച്ച് മോട്ടീവ്സിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒരു തിയറിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അധികം ബോറടിപ്പിക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ കഴിവതും ആ ഒരു തിയറിയെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. 1953 പ്രശസ്തനായ സൈക്കോ അനലിസ്റ്റ് ജോക്സ് ലക്കാൻ അദ്ദേഹം ഡെലിവറി ചെയ്ത ഒരു പേപ്പർ ഉണ്ട്. അതിന്റെ പേരാണ് സിംബോളിക് ഇമാജിനറി ആൻഡ് റിയൽ. സിംബോളിക് ഇമാജിനറി ആൻഡ് റിയൽ എന്നൊരു പേപ്പറാണ് അദ്ദേഹം ഡെലിവറി ചെയ്ത. ആ ഒരു പേപ്പറിലെ ആ 3 വാക്കുകൾ, അതായത് ഇമാജിനറി, സിംബോളിക് ആൻഡ് റിയൽ, ഈ 3 വാക്കുകൾ ലക്കാൻ, ഈ പ്രശസ്തനായ ഈ സൈക്കോ അനാലിസ്റ്റ് ലക്കാൻ സൂചിപ്പിക്കുന്നത് ഒരു കുഞ്ഞ് ഉണ്ടായത് തൊട്ട് അവൻ ഒരു മെച്യൂരിറ്റിയിൽ എത്തുന്നത് വരെ ഉള്ള ആ ഒരു ഘട്ടത്തെ 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ 3 പേരുകളിലൂടെ: ഇമാജിനറി, സിംബോളിക് ആൻഡ് റിയൽ. ഇതിൽ ഇമാജിനറി എന്ന ആദ്യത്തെ സ്റ്റേജിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ കൊച്ചു കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെടുന്ന വ്യക്തി എന്ന് പറയുന്നത് അവരുടെ അമ്മയായിരിക്കും. അമ്മയിൽ നിന്ന് കിട്ടുന്ന ചില ഇൻപുട്സ്, അതിലൂടെയാണ് കുട്ടി
ലോകത്തെ അറിയാൻ നോക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവനൊരു ഐഡന്റിറ്റി ഉണ്ടാകുന്നത് അമ്മ ചിലപ്പോൾ അതൊരു ചെല്ലപ്പേരുകളായിരിക്കാം, അമ്മ വിളിക്കുന്ന ചെല്ലപ്പേരുകളായിരിക്കാം, അമ്മ കളിപ്പിക്കുന്ന ചില രീതികളായിരിക്കാം. അതിലൂടാണ് അവന് ഒരു ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആണ് താനെന്നുള്ള ഒരു ചിന്ത അത് ആ കുഞ്ഞിലുണ്ടാക്കുന്നു. എന്നാൽ ആ കുഞ്ഞിന് ഒരിക്കലും ആ ഒരു ഐഡന്റിറ്റി ഇല്ലെങ്കിൽ മറ്റൊരു ഐഡന്റിറ്റി അതിനില്ല. അമ്മയാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ഐഡന്റിറ്റിയിൽ തളച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ആ ഒരു സ്റ്റേജ്. എല്ലാ കുഞ്ഞുങ്ങളും, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മൾക്ക് ആ സമയത്ത് ഭാഷ പോലും രൂപീകരിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് സൊസൈറ്റി എന്താണെന്ന് അറിയത്തില്ല, ഒന്നും അറിയില്ല. അമ്മയുടെ കണ്ണുകളിലൂടെയാണ് നമ്മളെല്ലാം കാണുന്നത്. അമ്മയിൽ നിന്നാണ് ആ ഒരു ഐഡന്റിറ്റി നമ്മൾ സ്വീകരിച്ച് ആ സമയത്ത് ഇരിക്കുന്നത്. അമ്മ ഏറ്റവും തന്നെ സ്നേഹിക്കുന്നുവെന്നും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെയാണ് എന്നൊരു തോന്നലും ആ കുഞ്ഞില് ആ സമയത്ത് ഉണ്ടാകുന്നു. ഇത് ഒരു ഇഴഞ്ഞു നടക്കുന്ന ഒരു പ്രായം വരേക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ കുറച്ച് ഒന്ന് നടക്കാൻ തുടങ്ങിയാൽ കുഞ്ഞ് ആദ്യം ഒരു മിററിൽ, അതായത് ലക്കാൻ പറയുന്നത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുകയും അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ ഒരു വ്യക്തി, അതായത് താനെന്ന ആ ഒരു വ്യക്തിയെ നേരിൽ കണ്ട് ആസ്വദിക്കാൻ ഉള്ള ഒരു സന്ദർഭമാണ് അത്. ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് താനാണല്ലോ ഇങ്ങനെ ഈ രൂപത്തിൽ ആണല്ലോ താൻ ഇരിക്കുന്നത്, ഈ രൂപത്തെയാണല്ലോ അമ്മ ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ കാണുന്നത് എന്ന് അറിയുന്ന ആ ഒരു നിമിഷത്തെ ആണ് മിറർ സ്റ്റേജ് എന്ന് ലക്കാൻ പറയുന്നത്. ആ കണ്ണാടിയുടെ മുമ്പിൽ അതിന് ഇമാജിനറി സ്റ്റേജ് എന്നും പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമ്മ തീർത്ത ഒരു ഐഡന്റിറ്റിയിലാണ് അത് അത്രയും നാളും, അതായത് ജീവിച്ചത്. ആ കണ്ണാടിയിൽ കാണുന്ന രൂപമാണ് തനിക്കുള്ളത്, ആ ഒരു ഫിസിക്കൽ രൂപം മാത്രമാണ് തൻ്റെ ഐഡന്റിറ്റി എന്നാണ് ആ കുഞ്ഞ് ധരിക്കുക. കാരണം അതിൽ കവച്ച് വെച്ച് അത് വളരുമെന്നോ അല്ലെങ്കിൽ മറ്റ് സോഷ്യലി ഉള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നോ അതിനറിയില്ല. അമ്മ മകൻ ബന്ധം അത് മാത്രമാണ് തൻ്റെ ഐഡന്റിറ്റി എന്നാണ് ആ കുഞ്ഞ് മനസ്സിലാക്കുന്നത് ആ സമയത്ത്. അതുകൊണ്ട് ആ സ്റ്റേജിനെ ഇമാജിനറി സ്റ്റേജ് എന്നും ലക്കാൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു സ്റ്റേജിലോട്ട് പോയാൽ അതിൻ്റെ പേരാണ് ലക്കാൻ വിശേഷിപ്പിക്കുന്നത് ഇമാജിനറി കഴിഞ്ഞു വരുന്ന സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക, ഭാഷ, ഒരു കുഞ്ഞിന് ഭാഷ രൂപപ്പെടുന്നു. ആ കുഞ്ഞിലേക്ക് വാക്കുകൾ കുറച്ചുകൂടി അനായാസമായി വരുന്നു. പിന്നെ സൊസൈറ്റീവായിട്ട് കുറച്ചൊക്കെ അവയർനെസ് ഉണ്ടാവുന്നു. സൊസൈറ്റിയെ പറ്റി എന്താണ്, കുറച്ചുകൂടെ സൊസൈറ്റി ഓർഗനൈസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലാംഗ്വേജ് അവിടെ ഉണ്ട്, ലാംഗ്വേജിന് ചില നോംസും റൂൾസും ഒക്കെ ഉണ്ട് എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതിന് ആ കുട്ടിയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു അച്ഛനായി. അതായത് മിറർ സ്റ്റേജ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കുട്ടിയും അവൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതാണ് മിറർ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിലേക്കാണ് ഒരു അച്ഛൻ എന്നൊരു ആള് വരുന്നത്. അതായത് അമ്മയും അച്ഛനും, അമ്മയ്ക്ക് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് തന്നെയാണ് ലക്കാൻ പറയുന്നത് ആ കുഞ്ഞിനെ. അതാണ് മിറർ സ്റ്റേജിൽ ആ ഒരു റിലേഷനാണ് കാണിക്കുന്നത്. എന്നാൽ സിംബോളിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് താൻ മാത്രമല്ല മറ്റൊരാൾ കൂടി ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ആ കുട്ടിക്ക് ഉണ്ടാവുന്നത്. അത് അല്ലെങ്കിൽ തങ്ങളുടെ ഇടയിലേക്ക് വരുന്ന ഒരു മൂന്നാമത്തെ ആള് കൂടി ആയി ആ കുട്ടി ആ ഒരു അച്ഛനെ കാണുന്നുണ്ട്. അതിലൂടെ സോഷ്യൽ ബോണ്ടിങ് എന്താണെന്നും സൊസൈറ്റീവായിട്ടുള്ള അവയർനെസ്, പിന്നെ സൊസൈറ്റി കുറച്ച് റൂൾസിലൊക്കെയാണ്, നോംസിലൊക്കെയാണ് സൊസൈറ്റി എന്നൊരു എൻറ്റിറ്റി ഉണ്ടാവുന്നത് എന്നൊന്നൊക്കെ ആ കുട്ടി മനസ്സിലാക്കുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. ഇനി അടുത്തൊരു സ്റ്റേജിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ റിയൽ സ്റ്റേജ് ആണ്. റിയൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ ഈ ലാംഗ്വേജിനും സൊസൈറ്റിക്കും അപ്പുറമായി അതീതമായ ഒരു റിയൽമിനെ പറ്റിയാണ് ലക്കാൻ ഇവിടെ സംസാരിക്കുന്നത്. റിയൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ സൊസൈറ്റിയുടെ നോംസോ റൂൾസോ ലാംഗ്വേജിൻ്റെ ഭാഷാപരമായ റൂൾസോ ഒന്നുമില്ല. അതിനൊക്കെ അതീതമായ ഒരു ഏരിയ. ഒരു ഉദാഹരണമായിട്ട് ഫ്രോയിഡിൻ്റെ ഒരു ഡ്രീമിനെ പറ്റിയിട്ട് ഫ്രോയിഡ് ഒരു ഡ്രീം എന്നൊരു കാര്യത്തെ ഒരു ഉദാഹരണമായിട്ട് ഫ്രോയിഡ്, പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്. ആ ഡ്രീമിനെ ഒരു കഥ പോലെ ഞാൻ പറയാൻ ശ്രമിക്കാം. ഒരാൾ മരിച്ചു. അയാളുടെ ശവശരീരം ഒരു കോഫിനിൽ വെച്ചിരിക്കുകയാണ്. അയാളുടെ അച്ഛൻ അപ്പുറത്തെ മുറിയിൽ, അതായത് ഈ കോഫിനിരിക്കുന്ന തൻ്റെ മകൻ്റെ ശവശരീരം ഇരിക്കുന്ന ആ മുറിയിൽ നിന്നും കുറച്ച് മാറി അപ്പുറത്തെ മുറിയിലായിട്ട്
ആ ആളുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ഈ മകന്റെ ഈ കോഫിന്റെ അരികിലായിട്ട് ഒരു വൃദ്ധനായ ഒരാളും ഇരിപ്പുണ്ട്. അപ്പം ഈ വൃദ്ധനായ ആ ആളിന്റെ കയ്യിൽ നിന്നും ആ കോഫിന്റെ അരികിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരി ഒന്ന് ഒന്ന് കൈവിട്ട് ഒന്നോ രണ്ടോ മെഴുകുതിരികൾ താഴെ വീഴുകയും ആ ഒരു കോഫിന് തീ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ശവശരീരത്തിന് അങ്ങനെ തീ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അപ്പുറത്തെ മുറിയിലിരിക്കുന്ന അച്ഛൻ ഒരു സ്വപ്നത്തിലൂടെ കാണുന്നുണ്ട്. അതായത് അയാള് ക്ഷീണിതനായി അയാളൊന്ന് മയങ്ങുന്ന സമയത്ത് ആ സ്വപ്നത്തിലേക്ക് മരിച്ച മകൻ സ്വപ്നത്തിൽ കടന്നു വരികയും ഞാനാകെ എൻ്റെ ദേഹത്താകെ തീ പടർന്നിരിക്കുന്നത് അച്ഛന് കാണാൻ ആവുന്നില്ലേ എന്ന് ആ മകൻ സങ്കടത്തോടെ ചോദിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം. അയാൾ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് ആ സ്വപ്നത്തിൽ നിന്നും എണീക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്വപ്നത്തെ പറ്റിയിട്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ, പ്രത്യേകിച്ചും ഭയം ഉണ്ടാക്കുന്ന, നമ്മളെ ഭയപ്പാട് ഉണ്ടാക്കുന്ന ചില ലോജിക്കുമായിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? അത്തരം സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബോഡി മെക്കാനിസം അനുസരിച്ച് ആ സ്വപ്നത്തെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന സ്വപ്നത്തിൽ നിന്നും നമ്മളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ശരീരം പെട്ടെന്ന് ഉണരുമ്പോഴാണ്, നമ്മൾ ഞെട്ടി എണീക്കുമ്പോഴാണ്. അത് ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ ഒരു മെക്കാനിസമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ ആ ഒരു റിയൽ എന്ന ഒരു സ്റ്റേജ്, ഈ ഒരു സ്വപ്നത്തെ അദ്ദേഹം റിയൽ എന്നാണ് പറയുന്നത്. റിയൽ സ്റ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ കാണുന്ന കാര്യങ്ങളെ നമുക്ക് ലോജിക്കിനോട് ഒട്ടും കണക്ട് ചെയ്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഭാഷയിലൂടെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അതിനെ റിയൽ ആയിട്ട് അദ്ദേഹം എക്സാമ്പിളായിട്ട് ഈ ഡ്രീം വഴി പറയുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നുകൊണ്ടായിരിക്കും. പിന്നെ അത് പിന്നീട് നമ്മൾ സിംബോളിക് സ്റ്റേജിലേക്ക് തിരികെ വരുന്നു, അതായത് സോഷ്യൽ റിയാലിറ്റിയിലോട്ട് തിരികെ വരുന്നു. ഇത്തരം 3 സ്റ്റേജുകളാണുള്ളത്. ഈ റിയൽ സ്റ്റേജിൽ പിന്നെ വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, ഇതിൽ ലക്കാൻ പറയുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ, അവരും സൊസൈറ്റിക്ക് എതിരെയായിട്ട് പോയി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം പല മേർഡേഴ്സ് ആയാലും മോഷണമായാലും, അതായത് എന്ത് സാമൂഹ്യ വിരുദ്ധമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ പെടുന്നതായിട്ട് ലക്കാൻ മറ്റൊരു ബുക്കിൽ പറയുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ, സൊസൈറ്റിയുടെ നോംസിന് ഒട്ടും ചേർന്ന് നിൽക്കാത്ത കാര്യങ്ങൾ, അതെല്ലാം റിയലിൽ പെടും. ഇനി ഈ 3 സ്റ്റേജസിനെയും ബാലനിലെ കഥാപാത്രങ്ങളുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വായിച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇമാജിനറി സ്റ്റേജ് അഥവാ മിറർ സ്റ്റേജിൽ പെട്ട ഒരു ആളായിട്ട് ഇതിലെ ആദിശേഷൻ അവതരിപ്പിച്ച വസുദേവ് എന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണാം. അവൻ അമ്മയുടെ ഒരു ഐഡന്റിറ്റി, അമ്മയാൽ തീർക്കപ്പെട്ട കുറെ മിഥ്യാപരമായ ചില ഐഡന്റിറ്റികളിൽ ജീവിക്കുന്ന ഒരാളാണ് അവൻ. അതുകൊണ്ട് തന്നെ ആ ഐഡന്റിറ്റികളിൽ സ്റ്റക്കാണ്. അവന് വേറെ അവിടുന്ന് ഒരു മാറി പോക്കില്ല. അവൻ ആ ഒരു ഐഡന്റിറ്റിയിൽ മാത്രം സ്റ്റക്കായിട്ട് ജീവിക്കുന്ന ഒരു ആളാണ്. അപ്പം അവൻ്റെ ആ ഒരു ഇതിനെ നമുക്ക് മിറർ സ്റ്റേജുമായിട്ട് കണക്ട് ചെയ്യാമെങ്കിൽ ആ മിറർ സ്റ്റേജിൽ മാത്രം സ്റ്റക്കായിരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് കാണാം. ഇതിലെ അങ്ങനെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും കുറേ അധികം സൈക്കോളജിക്കൽ ഗ്രോത്ത് ഇല്ലാതെ ചില വൈകല്യങ്ങൾ, ആ ഒരു സ്മൂത്ത് ആയിട്ട് പോകേണ്ട ആ ഒരു സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിൽ ചില വൈകല്യങ്ങൾ, പാകപ്പിഴകളൊക്കെ സംഭവിച്ച ആളുകളായിട്ട് ചില ക്യാരക്ടേഴ്സിനൊക്കെ പറയാൻ പറ്റും. ആദിശേഷൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇനി അത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിൽ അങ്ങനെ ഒരു മിറർ സ്റ്റേജിൽ അവൻ തളയ്ക്കപ്പെടാൻ കാരണം ആകുന്നത് അവൻ്റെ അമ്മയാണെന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ കാര്യം. അവരുടെ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വാർത്ഥമായ ചില സെൽഫിഷായ കാര്യങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അവർ കുറച്ച്, ഷേർലി അവതരിപ്പിച്ച കഥാപാത്രം കുറച്ചുകൂടി പവർ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. തൻ്റെ ഭർത്താവിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഡൊമസ്റ്റിക് വയലൻസ് കാരണം തൻ്റെ മകൻ ഒരു അടിമയായി ഇരിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ തനിക്ക് ആ പവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഷേർലി.
അത് പല സീനുകളിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നോക്കി അനലൈസ് ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാനാവും. ആ അമ്മമ്മ മരിച്ചതിന് ശേഷം, ഇതിൽ കാണിക്കുന്ന ആ അമ്മമ്മ മരിച്ചതിന് ശേഷം അവരുടെ തോക്ക് കൈക്കലാക്കി ആ തോക്ക് മാറോടടുപ്പിച്ച് വെച്ച് കൂട്ടത്തിൽ സ്വന്തം മകനെയും നെഞ്ചോട് ചേർത്ത് കട്ടിൽ കിടക്കുന്ന ആ ഷെർലിയുടെ ഒരു കഥാപാത്രത്തിന്റെ ഒരു കാണിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതിൽ അവർ ആ തോക്കിൽ നിന്നും വരുന്ന ആ ഒരു ഉതിരുന്ന ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് അത് അതായത് റിയൽ അല്ല എങ്കിൽ കൂടിയും അതിനെ ഒരു മാധ്യമമായിട്ടെടുത്ത് ഒരു പവർ പൊസിഷനിൽ അവർ വരാൻ ശ്രമിക്കുകയാണ്. പവർ തനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹമാണത്. അടിമയാക്കി വെക്കുകയാണ് മോനെ പോലെ. അത് അവർ അറിയുന്നുണ്ടാവില്ല, ഒരു പക്ഷേ അൺകോൺഷ്യസ് ആയിട്ട് അവർ ചെയ്യുന്ന ഒരു ആക്ട് ആയിരിക്കാം അത്. അതുപോലെ തന്നെ ഭ്രാന്തിയായ ഒരു സ്ത്രീയെ, അതായത് മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട് ഇതിൽ. അവരുടെ ഐഡന്റിറ്റിയും തെറ്റായ രീതിയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരെയും ട്രാപ്പിലാക്കുകയാണ് ഷേർലി ചെയ്യുന്നത്. അതിലൂടെയും അവരെയും ഐഡന്റിറ്റീസിനെ ഒക്കെ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് അവരെയും അടിമയാക്കി മാറ്റുകയാണ് ഷേർലി ചെയ്യുന്നത്. അപ്പം ഒത്തിരി അടിമകളെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴും ഷേർലി ചെയ്യുന്നത്. ഇത്തരം കുറേ സന്ദർഭങ്ങൾ ഷംനാത്തയുടെ ക്യാരക്ടറിലാണെങ്കിൽ പോലും ഷേർലിയുടെ ഒരു സ്വാതന്ത്ര്യത്തിന് എതിരെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അവർക്ക് ഇനിയും മരണമല്ലാതെ, കൊല്ലുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവർത്തിയും ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരെ ഷേർലി എത്തിപ്പെടുകയാണ് അത്തരം ചില കഥാപാത്രങ്ങളെ കൊല്ലുന്നത് വഴി. മറ്റെന്തെല്ലാം സാധ്യതകൾ അവിടെ ഉണ്ടെന്ന് ഓർക്കണം, പക്ഷെ കൊല്ലുക എന്നുള്ളതാണ് ഷേർലി ചെയ്യുന്നത്. അപ്പം ഷേർലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആദിശേഷന്റെ ക്യാരക്ടർ ചെയ്ത ബാലൻ എന്ന് പറയുന്നത് ഒരു മിറർ സ്റ്റേജിൽ പെട്ടുപോയ ഒരു കഥാപാത്രമാണെങ്കിൽ, ഈ ഷേർലി എന്ന് പറയുന്നത് ഒരുപക്ഷെ റിയൽ സ്റ്റേജിൽ പെട്ട ഒരാളായിരിക്കും. അതായത് ഈ സൊസൈറ്റിയുടെ നോംസിനൊക്കെ എതിരെ പോയി അതിനൊക്കെ അതീതമായി ഭ്രാന്തമായ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അമാനുഷികമല്ല, നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ ലോജിക്കിനും ഒന്നും നിരക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടുന്നതായിട്ട് കാണാം. ആ ഒരു റിയൽ സ്റ്റേജിൽ പെട്ടുപോയ ഒരാളാണ് അവർ. അങ്ങനെ ഒരു മാനസികമായ ഒരു എന്തൊക്കെയോ ഒരു വൈകല്യമുള്ള ഒരു കഥാപാത്രമായിട്ടും ഷേർലിയുടെ ഒരു കഥാപാത്രം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൊവിനോ തോമസിന്റെ അബ്ബാസ് എന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹവും ഈ സിംബോളിക് സ്റ്റേജിൽ അങ്ങ് സ്റ്റക്കായിരിക്കുന്നത് പോലെ ഒട്ടും അതായത് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു മെച്യൂരിറ്റി ഒന്നും ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും എപ്പോഴും ആ ഒരു മിറർ സ്റ്റേജിലേക്ക് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരു കഥാപാത്രമായി, ഒരു അമ്മയുടെ ലാളനയും സ്നേഹം വേണം എന്ന ആഗ്രഹത്തോടെ ഉറ്റുനോക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെയും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ സിനിമയിലും അത്ര അധികം എല്ലാവരും ശ്രദ്ധിക്കുന്ന, എന്നാൽ ആ സെറ്റിങ്ങിന്റെ ഒരു മനോഹാരിത പെട്ടെന്ന് അങ്ങ് അതിൽ നമ്മുടെ കണ്ണുടക്കി പോകുന്ന ഒരു സീനുണ്ട്. അതായത് ബസ് സ്റ്റോപ്പിൽ കാണിക്കുന്ന ഒരു സീൻ. ആ ഒരു സെറ്റിങ് മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചുഴലിയെ പോലെ, ഒരു വൃത്തം പോലെ, ഒരു സർക്കിള് പോലെ തോന്നിപ്പിക്കുന്ന ഒരു സെറ്റിംഗ് ആണ് ആ സീനിന് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ബാലൻ എന്നും സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോവുകയും വരികയും ചെയ്യും. തിരിച്ചു വന്നാൽ അമ്മ കാണും അവിടെ. അമ്മയെ നോക്കി അവൻ നിൽക്കും. ആ ഒരു അമ്മ മകൻ എന്നുള്ള ഒരു ഇതിലേക്ക് പിന്നെ അങ്ങ് മാറും. ആ ഒരു സീൻ ചേഞ്ച് ആവും. അപ്പം ആ ഒരു സ്ഥലമില്ലേ, അമ്മയെ കാണാൻ ഏറ്റവും കൂടുതൽ പ്രോബബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അതെന്ന് പറയുന്നത് വളരെ സങ്കീർണതകളുള്ള, കുറച്ചൊരു ലൂപ്പ് പോലെ തോന്നിക്കുന്ന, അതായത് അമ്മ കൊടുത്ത ആ ഒരു വലയത്തിൽ അവൻ സ്റ്റക്കാണ്. അമ്മ എന്ന ലോകത്ത് അവൻ സ്റ്റക്കാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൂമ്പായിട്ട്, ഒരു അമ്മയുടെ ഒരു ഗർഭപാത്രം പോലെ നമുക്കൊക്കെ സിംബോളിക്കലി വേണമെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാം. മേ ബി ഒത്തിരിയും സാധ്യതകൾ തരുന്ന ഒരു സീനാണ്. ആ ഒരു വഴിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നി. എന്ത് തന്നെ ആയാലും അവൻ്റെ ആ ഒരു മിറർ സ്റ്റേജിൽ അവൻ സ്റ്റക്കാണെന്ന് പറയുമ്പോഴും നമ്മുടെ അവന് അതായത് ഈ ടൊവിനോ ചെയ്ത അബ്ബാസ് എന്ന ക്യാരക്ടറിലൂടെയാണ് അവൻ കുറച്ചെങ്കിലും സൊസൈറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതിൽ മനോഹരമായൊരു സീനുണ്ട്. ടൊവിനോ താക്കോല് തുറക്കാൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത്, തെഫ്റ്റിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു സീനുണ്ട്. ചിലപ്പോൾ അമ്മ അടച്ചു വെച്ച ഏതാനും മുറികളായിരിക്കും അവൻ്റെ മനസ്സിലെ, അതായത് അമ്മ മകൻ എന്നൊരു ബന്ധം മാത്രം എന്നുള്ള അത് ഒരു മുറിയുടെ താക്കോലായിരിക്കാം ചിലപ്പോൾ അത് തുറന്നു മാറ്റുന്നത്.
ഇനി മറ്റൊരു വായന ഇതിൽ കൊടുക്കാം, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞന്റെ ഒരു ഈഡിപ്പസ് കോംപ്ലക്സ്, മിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ. അതായത് ഒരു അമ്മയും അമ്മയും മകനും തമ്മിൽ ഒരു ബന്ധത്തെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു അമ്മയ്ക്ക് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഒരു മകൻ വരുമ്പം അവർ തമ്മിലുള്ള ആ ഒരു റിലേഷന്റെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ, ഒരു ഉദാഹരണത്തിന് അച്ഛൻ വരികയാണ്, ദ നെയിം ഓഫ് ദ ഫാദർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ആ ഒരു ആളെ ഇഗ്നോർ ചെയ്യാൻ, അല്ലെങ്കിൽ അയാള് തങ്ങളുടെ ബോണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടും ഒരു ശ്രമം നടത്തുന്നതായിട്ട് ആ കുട്ടി ശ്രമിക്കുന്നതായിട്ടും ഫ്രോയിഡ് പറയുന്നുണ്ട്. ഇത് നമുക്ക് ലക്കാൻ ഇതിനെ കുറച്ചുകൂടെ ഈ ഫ്രോയിഡ് ഇതിനെ കുറച്ചുകൂടെ സെക്ഷലൈസ്ഡ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്, ആ സെക്ഷൽ ഫീലിങ്സ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ ലക്കാൻ ഇതിനെ കുറച്ചുകൂടെ അമ്മയോടുള്ള സ്നേഹം, ഡിസയർ, അല്ലെങ്കിൽ അമ്മയ്ക്ക് താൻ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെന്നുള്ള ഒരു ചിന്ത, അങ്ങനെയാണ് ലക്കാൻ ഇതിലെ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ലക്കാന്റെ വായനയാണ് നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ബാലൻ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഇനി ബാലനെ നമുക്ക് കണ്ടാൽ തന്നെ ആ ഒരു മദർ ഫിക്സേറ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിട്ട് ബാലനെ കാണാം. കാരണം ലാസ്റ്റ് വരെയും, ആദ്യത്തെ സീനിലാണെങ്കിലും ലാസ്റ്റ് സീനിലാണെങ്കിലും ഇതിൽ ഒരേ സെറ്റിംഗ് ആണ് കാണിക്കുന്നത്, ഒരേ ബസ് സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട്. അമ്മയിലേക്ക് തന്നെ തിരികെ വരുവാണ് ലാസ്റ്റിലും. പിന്നെ ലാസ്റ്റിലും ആ കുട്ടി ചോദിക്കുന്നത് എന്താണ് നമ്മുടെ പുതിയ പേര്, എന്താണ് നമ്മുടെ പുതിയ കഥ എന്നൊക്കെ തന്നെയാണ് അവൻ അമ്മയോട് ചോദിക്കുന്നത്. എവിടെയൊക്കെ പോയാലും, എവിടെയൊക്കെ സഞ്ചരിച്ചാലും, ഏതൊക്കെ ആളുകളുമായി കൂട്ടുകൂടിയാലും അമ്മയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു ബാലനായിട്ട് തന്നെയാണ് ഇതിലെ ബാലനെയും ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു തിയറി ഇവിടെ കൊണ്ടുവരാനും ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം എന്തായാലും ഇത്തരം കുറച്ച് തിയറികളിലൂടെ നമുക്ക് ഇതിനെ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിലെ ക്യാരക്ടേഴ്സിനൊക്കെ കുറച്ച് ക്ലാരിറ്റി, അവരുടെ മോട്ടീവ്സിനൊക്കെ കുറച്ചുകൂടെ വ്യക്തത കൈവരിക്കുന്നതായിട്ടൊക്കെ തോന്നും. ഒരുപക്ഷെ ആ ടൊവിനോയുടെ ക്യാരക്ടറിലെ അബ്ബാസിനെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ പോലീസിനെ വിട്ടുകൊടുക്കാനുള്ള ഒരു കാരണവും ഈ ഒരു മദർ ഫിക്സേറ്റഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയതുകൊണ്ടാവാം ആ ബാലന്റെ. എന്ത് തന്നെ ആയാലും ഇതിന് ഇനിയും ഒരുപാട് റീഡിങ്സ് വേണ്ട ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ഈ ചിത്രത്തെ കാണുന്നു? എൻ്റെ ചില വായനകളാണ് നിങ്ങളോട് ഞാൻ അവതരിപ്പിച്ചത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. അപ്പം നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.